उनको गिरा देगा, ये सोच समझकर प्रभो राजा ने गवर्नर का भयभीत हो गया. അതുകൊണ്ട് ആ ജനം വർദ്ധിച്ച് പെരുകി വരാതിരിക്കാൻ വേണ്ടി താൻ ഒരു കൽപ്പന പുറപ്പെടുവിക്കുവാനിടയായി. इसराइलियों की बढ़ोतरी कम करने के लिए राजा ने कुछ योजना बनाया है. ഇസ്രായേൽ ജനതയ്ക്ക് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞ് കൊന്നുകളയേണ്ടതിന് കൽപ്പന പുറപ്പെടുവിച്ചു. इसराइलियों में जन्म पाते हैं जो बालकों को नील नदी में फेंककर सताने के लिए उन्होंने आज्ञा दी है. ഒരാൺകുട്ടി പോലും പിറന്നു വീഴുന്നത് വളരാൻ അനുവാദമില്ലാത്ത നിലയിൽ ഫറവോന്റെ കൽപ്പന പുറപ്പെടുവാനിടയായി തീർന്നു. कोई बालक बच्चा जन्मने के लिए बढ़ने के लिए अनुमति ना दे, ऐसी प्रकार की एक अधिकार हुकूमत वहां पर की गई है. ഇസ്രായേൽ ജനത്തിന്റെ ആഗ്രഹങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നത് പോലെ ആയിരുന്നു ഈ ഫറവോന്റെ കൽപ്പന. इसराइलियों की और नेब में छुरी चाकू लगाने के लिए इतना कठिन आज्ञा वहां पर दी गई है. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവരുടെ പാരമ്പര്യമൊക്കെ പറയുമ്പോൾ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസേപ്പ് എന്ന നിലയിൽ തലമുറകൾ, തലമുറകളാണ് ആ പാരമ്പര്യത്തെ നിലനിർത്തി പോന്നിരുന്നത്. और इसराइलियों के बारे में हमको जानकारी है, इब्राहिम, इसहाक, याकूब, यूसुफ इत्यादि पुरखाओं की परंपरा है इसराइलियों के बारे में. അങ്ങനെ തലമുറകൾ നിലനിൽക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരു കൽപ്പനയാണ് ഇപ്പോൾ ഫറവോൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ऐसा एक परंपरागत इसराइलियों की बढ़ोतरी को कमजोर करने के लिए, कम करने के लिए एक योजना वहां पर बनाया है फिरौन राजा ने, बादशाह ने. ആൺകുട്ടികൾ ജനിക്കുന്നതാണ് ഇസ്രായേലിന് സന്തോഷമെങ്കിലും ഈ കൽപ്പന പുറപ്പെടുവിച്ചതിന് ശേഷം ഇസ്രായേൽ നിരാശപ്പെടുവാനിടയായി തീർന്നു. बालकों, लड़के वाले जन्मने में इसराइलियों को बहुत आनंद मनाते हैं, लेकिन ये बालकों को सताना, ये योजना है प्रभु ने रखा गया है. ഇസ്രായേലിന്റെ കൂടാരങ്ങളിൽ എവിടെയൊക്കെ ആൺകുട്ടികൾ പിറന്നു വീണിട്ടുണ്ടോ അവിടെയെല്ലാം അലമുറയിട്ട് നിലവിളികൾ ഉയരുവാനിടയായി തീർന്നു. इसराइलियों के भवनों में, जिन जिन घरों में बालकों जन्म पाते हैं, वहां पर इतनी चिल्लाहट, पुकारते, रोने पीसने वहां पर है. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഗർഭവതികളായാൽ ആൺകുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഇസ്രായേൽ നേരെ തിരിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. മരിക്കാൻ വേണ്ടി ഒരു ആൺകുട്ടിയെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, ആൺകുട്ടി ജനിക്കരുതേ എന്ന് ഇസ്രായേൽ പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടമായി മാറി. लड़के वाले जन्मने के लिए इसराइलियों के बीच में प्रार्थना करते रहते थे. आजकल दिनों में उसी समय में लड़कियों जन्म होते, इनको सताने के लिए जन्मने में कोई फायदा नहीं. इसी कारण में लड़कियों जन्मने के लिए उन्होंने प्रार्थना उल्टा कर दिया है. ഗർഭം ധരിച്ച് 10 മാസം ചുമന്ന് പ്രസവിക്കുന്ന ഒരു കുഞ്ഞ് ആണായിപ്പോയാൽ ലഭിക്കാതെ പോകുന്ന ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ വളരെ വേദനാജനകമായ ജീവിതത്തിലായിരുന്നു. गर्भवती होकर 10 महीना चलाते हैं, चलते हैं, उसका जन्मने के बाद में वो बालकों को सताने के लिए ये काम देखते हुए हतभाग्य होकर जीते हैं. इसके बारे में इसराइलियों ने रोना पीसना शुरू कर दिया है. ഏതൊരു കൂടാരത്തിൽ ആൺകുട്ടി പിറന്നിട്ടുണ്ടോ
അവിടെയൊക്കെ നിലവിളികൾ ഉയർന്നിട്ടുണ്ട്. കാരണം ആ കുഞ്ഞിനെ അവർക്ക് ലഭിക്കാതെ പോകുന്നത് കൊണ്ട്. जो कोई किसी घर में बालक लड़के जन्म होते हैं, वो घर में रोना, दांत पीसना, वहां पर चिल्लाहट शुरू होते रहते हैं. ഈ സാഹചര്യത്തിലാണ് മോശക്കുഞ്ഞിന്റെ ജനനമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. यही समय में मूसा एक बच्चा जन्मा है, यही बात यहाँ पर पाया जाता है. അമ്രാം യോഖേബേദ് ദമ്പതികൾക്കാണ് മോശ എന്ന ഒരു ആൺകുഞ്ഞിനെ ജന്മമെടുക്കുവാനിടയായി തീർന്നത്. और अमराम के परिवार में ये मूसा ने जन्म पाने के लिए अवसर हुई है. നമുക്കറിയാം മോശയുടെ സഹോദരിയായിരുന്നു, മൂത്ത സഹോദരിയായിരുന്നു മിരിയാം. और मूसा की और पहले की, इसका मतलब उसका बेटी बहन है, और मिरियम. മിരിയാമിന്റെ പിതാവിന്റെ പേരാണ് അമ്രാം, അമ്മയുടെ പേരാണ് യോഖേബേദ്. और मिरियम की पिताजी की नाम अब्राम और उनकी माँ की नाम योसेबेद है. ഇവർ ഒരുമിച്ചായിരിക്കുന്ന ആ സാഹചര്യത്തിൽ, പ്രാർത്ഥനയോടെ ജീവിച്ചു വരുന്ന സാഹചര്യത്തിലാണ് യോഖേബേദ് മോശക്കുഞ്ഞിനെ പ്രസവിക്കുവാനിടയായി തീർന്നത്. ये योखेबेद ने परिवार समेत आनंद मगन होने के समय मूसा की जन्म हुई है. മോശ ജനിച്ചു വീഴുന്ന സാഹചര്യത്തിൽ ദൈവവചനമാണ് നാം ഇവിടെ വായിപ്പാനിടയായി തീർന്നത്. मूसा जन्म पाया तब क्या हाल है, इसके बारे में हम इब्रानियों की पत्र में पढ़ा है. ആ മോശക്കുഞ്ഞ് ജനിച്ചു വീണ സമയത്ത് ഈ മാതാപിതാക്കൾ കുഞ്ഞിനെ കണ്ടിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. और मूसा जन्म है तब उनको देखते हुए माता पिता ने देखा, ये उत्पन्न होने के बाद और इन खूबसूरत बालक सुंदर है, ये देखा है. ആ കാലഘട്ടത്തിൽ ഏതെല്ലാം ഇടങ്ങളിൽ ഇസ്രായേലിന്റെ കൂടാരങ്ങളിൽ ആൺകുട്ടി പിറന്നിട്ടുണ്ടോ അവിടെയെല്ലാം നിലവിളി ഉയരും. ആ സാഹചര്യത്തിലാണ് മോശക്കുഞ്ഞിന്റെ ജനനം. इस्राएलियों के तंबू में, भवन में, जिन जिन घर में वो बालक लड़का वो जन्म होते हैं, उसी घड़ी में, उसी समय में इतने बड़ा चिल्लाहट, रोनाहट हो रहा है. ദൈവശബ്ദം കേൾക്കുകയും ദൈവത്തോട് പ്രാർത്ഥിച്ച് ആലോചന പ്രാപിക്കുകയും ചെയ്ത ഈ കൂടാരത്തിനകത്ത് നിലവിളി ഉയരുന്നതിന് പകരം ദൈവത്തിന് മഹത്വം ഉണ്ടാകുവാനിടയായി തീർന്നു. और मसीह के ये भवन में रोनाहट, रोने का अवसर में ये भवन के अंदर परमेश्वर को स्तुति आराधना की शब्द उड़ रहा है. ആൺകുഞ്ഞ് പിറന്നു വീണ സാഹചര്യത്തിൽ ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ കണ്ടത് ഇങ്ങനെയാണ്, ഇവൻ സുന്ദരനാണെന്ന് അവർ കണ്ടു. ये बालक जन्मने के समय माता पिताओं ने देखा है, मृत्यु नहीं, बालक खूबसूरत लड़का है. പ്രോപ്പർ ചൈൽഡ് എന്ന പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. याथार्थ्यता, सत्य बात शब्द दिया गया है. ശരിക്കും അവര് ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ നീ തന്നെയാണ് ജനിക്കേണ്ടത് എന്നവര് സന്തോഷത്തോടെ പറഞ്ഞു. उन्होंने इतनी आनंद मगन होकर कहने लगा, तू ही है हमारा देश में जन्ने का, हमारे को बचाने के लिए पुत्र तू ही है. നീ പോയി എന്ന് പറഞ്ഞ് നിലവിളിക്കുകയല്ല അവർ ചെയ്തത്, നീ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ജനിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. मृतकों के लिए नहीं जन्मा है,
सत्यसंधता में आराधना स्तुति करने के लिए जन्मने का पुत्र तू ही है, ये बात वहां पर दिया गया है। നമ്മുടെ കാഴ്ചപ്പാടുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. हमारा दृष्टि, हम आगे की बात देखते हैं, वही हमारा अति प्रधान बात है। ഈ കുഞ്ഞിനെ കണ്ടപ്പോഴേ അവര് ദൈവസന്നിധിയിൽ ഉറപ്പിച്ചു പറഞ്ഞു, ഇവൻ മരിക്കേണ്ടവനല്ല, ഇവൻ ജീവിക്കേണ്ടവനാണ്, ഇവനാണ് ജനിക്കേണ്ടത് എന്ന് അവര് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്തു. माता पिताओं ने ये बेटा को देखते हुए ये मन में सोचने लगा, मरने वाले नहीं, जीने वाला, रक्षक होने वाला तू ही है। ये शब्द अपने माता पिता के हृदय में निर्णय में आया है। ഏത് കാലഘട്ടത്തിലും നാം അറിയണം, മറ്റുള്ള എല്ലാവർക്കും വരുന്നത് പോലെ നമുക്ക് വരുമെന്നല്ല നമ്മൾ പറയേണ്ടത്. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയണം. के दिनों में हम देखने की बात यही है, आमतौर पर लोगों का बीच में जो घटना होता है वही हमारा घर में भी आया, वो बात नहीं कहना। हमारा मसीह को हमारा ऊपर योजना है, उनकी आधार पर जाने के लिए हमें समर्पण करना, देना हमारा आवश्यकता है। നമ്മൾ നേരിടുന്ന ഏത് സാഹചര്യത്തിലും ദൈവസന്നിധിയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന് വളരെ പ്രാധാന്യതയുണ്ട്. हमारे मन में जो सोच विचार है, निर्णय है, उसके बारे में परमेश्वर को भी हमारा ऊपर आशा है। ഒരു സാഹചര്യം മറ്റുള്ളവർക്ക് വിപരീതമായി വന്നേക്കാം, എന്നാൽ എനിക്കും അങ്ങനെ തന്നെ വരുമെന്നല്ല ചിന്തിക്കേണ്ടത്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അത് നടക്കുമെന്ന് വിശ്വസിക്കാൻ ദൈവമക്കൾക്ക് കഴിയണം. सांसारिक तौर पर जो घटना और बाधा आया है, ऐसे नहीं हमको भी आया है, ये कोई किसी की मन में विचार नहीं करे। ആൺകുഞ്ഞ് പിറന്നു വീണ് ആ കൂടാരത്തിനകത്ത് അവർ ദൈവത്തിന് മഹത്വം കൊടുത്തു പറഞ്ഞു, നീ തന്നെയാണ് പിറക്കേണ്ടത്. और ये पुत्र अपने घर में जन्मा है, उनको देखते हुए माता पिता ने कहा, हमारा रक्षक तू ही है। ഈ ഒരു തീരുമാനമെടുത്ത ആ മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞിനെ 3 മാസം ആ കൂടാരത്തിൽ ഒളിപ്പിച്ചു വെക്കുവാൻ കഴിഞ്ഞു. ये माता पिता ने ये मूसा को देखते हुए एक मन में सोच विचार की, रक्षक तू ही है, इसलिए ये 3 महीना तक अपना घर में उनको छुपा कर रखा है। അവരുടെ കാഴ്ചപ്പാടാണ് അതിലേക്ക് അവരെ നയിക്കുവാനിടയായി തീർന്നത്. उनका दीर्घ दृष्टि ये बातों में उनको आगे लाया है। നമ്മൾ നേരിടുന്ന ഏത് സാഹചര്യത്തിലും നമ്മുടെ കാഴ്ചപ്പാടിനും നമ്മുടെ തീരുമാനങ്ങൾക്കും വളരെ പ്രാധാന്യതയുണ്ട്. हम जो कुछ निर्णय में आते हैं, लाते हैं, हमारा दृष्टि, दीर्घ दृष्टि, हमारे आगे की बात के बारे में सोच विचार करना उचित होना। ഉദാഹരണം പറഞ്ഞാൽ, മോശയുടെ കാലഘട്ടത്തിൽ ഒറ്റുനോക്കേണ്ടതിന്, കനാൻ ഒറ്റുനോക്കേണ്ടതിന് 12 പ്രഭുക്കന്മാരെ മോശ അയക്കുകയാണ്. और एक नमूना ये बात कहते हैं, उदाहरण कहते हैं, मूसा के समय में वो देश, कनान की देश, और उसकी जांच लेने के लिए 12 गोत्र में से 12 लोगों को भेजा गया है। കനാൻ ദേശം ഒറ്റുനോക്കുവാൻ 12 പ്രഭുക്കന്മാരെ അയച്ചു. അവര് പോയി ആ ദേശം ഒറ്റുനോക്കി മടങ്ങി വന്ന് പറഞ്ഞ റിസൾട്ട് വിവിധ നിലയിലായിരുന്നു. 12 गोत्रों से 12 लोगों को देश के, कनान देश के बारे में पूछताछ करने के लिए, उनके बारे में जानकारी के लिए भेजा है। 12 लोग 12 प्रकार की और बात यहाँ पर दी गई है। 6 ബാച്ചായിട്ട് പോയി അന്വേഷിച്ചു വന്നവർ 10 പേരുടെ റിസൾട്ട് കേട്ട ജനം അവരുടെ ഹൃദയം വേദനിച്ചുരുകിയെന്നാണ് ദൈവവചനം പറയുന്നത്. 12 व्यक्तियों में
दो दो कर 6 झुंड बनाया, 5 झुंड 10 लोग विपरीत उपदेश ला कर दिया है। 10 പേര് പോയി നോക്കിയ റിസൾട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ പോയി ദേശം കണ്ടു, ദേശം മനോഹരമാണ്, പക്ഷേ അവിടെയുള്ളവർ മല്ലന്മാരാണ്, ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെയായി തോന്നിയെന്ന് പറഞ്ഞു. 10 लोग आकर जवाब दिया, हम गया है, वो स्थान जगह बहुत खूबसूरत है, खाने पीने रहने की अच्छा देश है, लेकिन वो लोग मल्ल युद्ध करने वाले, लड़ने वाले, तीरवीर करने वाले और ऐसे लोग हैं, उनका बीच में हम वो टिकड़ी की नाई बन जाते हैं. അവിടെയുള്ള ജനത്തെ ജയിച്ച് ആ ദേശം പിടിക്കാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല എന്നുള്ള ഭീതികരമായ റിസൾട്ടാണ് 10 പേര് അറിയിക്കുന്നത്. वो 10 लोग आकर कहने लगा है, वहां पर पकड़ सकता है, लेकिन वहां पर इतने कठिन देश है, वो लोगों को जीतना असंभव की बात है. ദൈവം പറഞ്ഞ വാഗ്ദത്തം പോലും വിശ്വസിക്കാതെ അതിനെതിരായിട്ടുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിനകത്ത് രൂപപ്പെട്ടത്. परमेश्वर ने एक वायदा बनाया, एक आज्ञा दी, एक प्रतिज्ञा की थी, इसका विरोध में इन्होंने वहां पर और जवाब दिया है. ജനമൊക്കെയും മോശയ്ക്കും അഹരോനുമെതിരായി തിരിയുവാൻ ഇടയായി തീർന്നു. और सारे लोग मूसा और आरोन की विरोध में बात करने लगा. ഈ സമയത്ത് ഒറ്റുനോക്കാൻ പോയ 2 പേരാണ് യോശുവയും കാലേബും. ये 12 लोगों को भेजा है उसी में, और यहोशू और कालेब 2 जन भी था. അവര് ജനത്തെ അടക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ പോയി നോക്കിയ കനാൻ ദേശം മനോഹരമാണ്, ആ ദേശം ദൈവം നമുക്ക് തരുമെന്നുള്ള ഉറപ്പ് അവരവിടെ പറയുവാനിടയായി തീർന്നു. 10 लोग विरोध में कहा, 2 लोग अनुकूल परिस्थिति में आया, वो देश हमारे लिए परमेश्वर ने वायदा बनाया हुआ देश है, हमारा कब्जा में वो देश आ जाएंगे. 12 പേര് പോയി നോക്കിയ ദേശത്തെ കുറിച്ച് 10 പേര് പറഞ്ഞ റിസൾട്ട് ജനത്തെ നിരാശപ്പെടുത്തിയപ്പോൾ 2 പേരുടെ കാഴ്ചപ്പാട് ജനത്തിന്റെ അവസ്ഥയെ മാറ്റിമറിച്ചു. 10 लोग निराशा दिया है इसराइलियों का बीच में, लेकिन 2 लोग हिम्मत दिलाया है, वो देश हमारा है, हम वो देश हमें कब्जा में ला सकते हैं. ദൈവമക്കളെ, നമ്മൾ നോക്കേണ്ടത് സാഹചര്യത്തെയല്ല, ദൈവത്തിന്റെ വാഗ്ദത്തത്തെയും ദൈവത്തിന്റെ ആലോചനയെയും ഏറ്റെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയണം. यारो ये बात अपनाए, ग्रहण करे. देश की उल्लंघन की काम का देखने का नहीं, परमेश्वर ने आज्ञा दी, प्रतिज्ञा की, जो प्रतिज्ञा को अब पालन करना, आगे बढ़ना आवश्यकता है. സാഹചര്യത്തെയോ പ്രതികൂലത്തെയോ അല്ല നാം നോക്കേണ്ടത്, നമ്മെ വിളിച്ച ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ നമുക്ക് കഴിയണം. हमारा परिस्थिति को देखने के लिए नहीं, और मसीह ने हमको बुलाया, बुलाहट दी गया तो मसीह की चेहरा की शब्द की ओर हम आग लगाना हमारा कर्तव्य है. ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും ദൈവത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. कोई भी परिस्थिति हो, कोई भी रास्ता हो, कुछ भी हो, हमारा मसीह की बुलाहट, हम बुलाया गया तो मसीह की आज्ञा को पालन करना हमारा कर्तव्य है, आवश्यकता है. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വളരെ പ്രാധാന്യതയുണ്ട്. मसीह की मजदूरी में चरणों पर बैठेगा तो हमारा दीर्घ दृष्टि ज्योति पर लाना आवश्यकता है. എലീശയുടെ കാലഘട്ടത്തിൽ അരാം സൈന്യം ഇസ്രായേലിനെതിരായി വന്ന ഒരു സംഭവം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. एलीशा के समय में अराम सेनाओं ने
और इसराइलियों को घेर लेने के लिए आया हुआ एक संभव बाइबल में हम पाया जाता है। എലീശയുടെ ബാല്യക്കാരൻ അതിരാവിലെ എഴുന്നേറ്റ് നോക്കിയിട്ട് ഓടി വന്ന് എലീശയോട് പറയാണ്, ഇരുന്ന് പ്രാർത്ഥിച്ചോ, പക്ഷെ അരാമിന്റെ സൈന്യം വളഞ്ഞു നിൽക്കുകയാണ്. एलिशा के एक सेवक था, वो शिष्य ने सुबह ही वक्त बाहर देखा, तब वो अरामियों सेनाओं ने आकर ये एलिशा को घेर लिया है, चारों तरफ उन्होंने जमा हो गया, इसका बारे में खबर दिया है। ബാല്യക്കാരന്റെ വാക്കുകൾ കേട്ട് എലീശ ഭയപ്പെട്ടില്ല. ये शिष्य की शब्द सुनते हुए एलिशा भयभीत नहीं हुई। ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എലീശ ബാല്യക്കാരനെ തന്റെ അടുക്കലേക്ക് വിളിച്ചു. परमेश्वर की चरणों पर बैठते हुए प्रार्थना किया हुआ एलिशा ने उनका शिष्यों को अपने ओर बुलाया। എലീശ ബാല്യക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ കാണുന്ന കാഴ്ച ഇവനൊന്ന് കാണാൻ ഇടയാകട്ടെ എന്ന് ആ ബാല്യക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു. एलिशा ने शिष्यों के लिए प्रार्थना किया, मेरा दर्शन, मेरे को दिया हुआ दर्शन मेरा सेवक मेरा शिष्यों को मिलने के लिए उनका आंख ज्योति पर लाए। അപ്പോഴാണ് ബാല്യക്കാരൻ കാണുന്നത് അരാം സൈന്യം നിൽക്കുന്നതിനേക്കാൾ ഇപ്പുറമായിട്ട് സ്വർഗീയ സൈന്യം ഇറങ്ങി നിൽക്കുന്ന കാഴ്ച താൻ കാണുവാനിടയായി തീർന്നു. तब शिष्य की दृष्टि खोल दिया, आंख खोल दिया, तब उन्होंने देखा अराम की सेनाओं से अधिक और एलिशा और ये शिष्यों के चारों तरफ और तंबू लगा कर रहा है। ദൈവമക്കൾ തിരിച്ചറിയണം, നാം പുറം കണ്ടുകൊണ്ട് നോക്കുമ്പോൾ കാണുന്നതിനപ്പുറത്ത് ദൈവസന്നിധിയിൽ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ ദൈവമക്കൾക്ക് കഴിയണം. उसके आधार पर नहीं, मसीह में से कुछ प्राप्त करने के लिए मसीह की लोग तैयारी में रहना आवश्यकता है। അരാം സൈന്യം വന്നു നിന്നത് സത്യമാണെങ്കിലും ദൈവസന്നിധിയിൽ ദൈവിക കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന എലീശയ്ക്ക് ഭയപ്പെടേണ്ടി വന്നില്ല. सेनाओं ने इतने आकर छावनी डालकर उन्होंने घर लेने के लिए आया, लेकिन इससे भी अधिक लोग एलिशा की और चारों तरफ है, ये बात वहां पर दिखाया गया है। ലോക സംഭവങ്ങൾ എങ്ങനെ മുന്നോട്ട് വന്നാലും അതിന് നടുവിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് ദൈവമക്കൾ തിരിച്ചറിയാനിടയാകണം. दुनिया की इतनी आंदोलन जन्म होता है, इसके बारे में मसीह को एक योजना है अपने लोगों को बचाने की बारे में। ഇന്ന് പകൽ തിരിച്ചറിയുക, ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്, അത് കാണാനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. वही वक्त एक संदेश में देखता है, ये आजकल दिनों में हम देखते हैं, इससे भी अधिक हमारा मसीह को हमारे और एक योजना है। ഒരു സംഭവം കൂടി ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. एक संभव इसका साथ में साथ याद दिलाने के लिए मैं चाहता हूं। റാഹേല് പ്രസവിക്കുന്ന സമയത്ത് വളരെ പ്രയാസം അനുഭവിച്ച സമയത്ത് പിറന്നു വീണ കുഞ്ഞിന് റാഹേൽ പേരിട്ടു ബെനോമി എന്ന് പറഞ്ഞാൽ ദുഃഖത്തിന്റെ പുത്രൻ എന്ന് പേരിട്ടു. और राहेल ने गर्भवती थी, एक बच्चा को जन्म दिया है, जन्मने के समय मां ने उन्होंने दुख के पुत्र नाम दिया गया है। എന്നാൽ ഇത് ശ്രദ്ധിച്ചിരുന്ന യാക്കോബ് ഉടനെ ആ കുഞ്ഞിനെ നോക്കി വിളിച്ചു ബെന്യാമീൻ, വലതു പേരിട്ടു. और मां ने उनको दुख का पुत्र नाम दिया है, तब याकूब ने उन्होंने बेनोई नाम दिया गया है। റാഹേലിട്ട പേര് നേരെ പിരുത്തി യാക്കോബ് ആ മകന് ബെന്യാമിൻ എന്ന് പേരിട്ടെങ്കിൽ ആ ബെന്യാമിൻ ശക്തനായി വളരുവാനിടയായി തീർന്നു.
माता ने राहेल ने पुत्र को नाम दिया है, इसका बदले याकूब ने उनको बेन्यामीन नाम दिया है और एक गोत्र बन गया है। നാം നേരിടുന്ന വിഷയങ്ങളുടെ നടുവിൽ നാം ദൈവസനിൽ എന്താണോ തീരുമാനിക്കുന്നത് അതിന് വളരെ പ്രാധാന്യതയുണ്ടെന്ന് തിരിച്ചറിയണം. जानकारी ले, जांच ले, हमारा योजना की बढ़कर ऊपर परमेश्वर को हमारे और हमारे ऊपर एक संदेश देने के लिए है। ഏത് സാഹചര്യത്തെ നാം നേരിട്ടാലും ആ സാഹചര്യത്തിൽ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് അന്വേഷിക്കാൻ ഒരു മനസ്സ് ദൈവമക്കൾക്കുണ്ടാകണം. कोई भी परिस्थिति हो, कोई भी रास्ता हो, इसके ऊपर हमारा यीशु मसीह को हमारा ऊपर हुकूमत करने का अधिकार है, योजना भी है। മോശ കുഞ്ഞ് പിറന്നു വീണപ്പോൾ നിലവിളിയല്ല ഉയർന്നത്. അവര് മാതാപിതാക്കൾ പറഞ്ഞു, നീയാണ് മോനെ ഈ കാലഘട്ടത്തിൽ ജനിക്കേണ്ടവൻ എന്ന് പറഞ്ഞവര് ദൈവത്തെ മഹത്വപ്പെടുത്തി. पुत्रों, बालकों, लड़के हो जन्मते हैं तब वहां पर रोनाहट की हाल होवे तो और मूसा की माता पिता ने और आनंद मगन होगा, ये पुत्र तू ही है, हमारा इस्राएलियों को मिस्र देश से बचाने के लिए तूने और जन्मा है, ये नाम दिया गया है। ഈ മോശക്കുഞ്ഞിനെ 3 മാസം 90 ദിവസം ഒളിപ്പിച്ചു വെച്ചു എന്നാണ് ദൈവവചനം പറയുന്നത്. परमेश्वर की धर्मशास्त्र हमें यही सिखाते हैं, 3 महीना 90 दिन तक मूसा को छुपा कर रखा है अपना घर में। ചുറ്റുപാടുള്ള കൂടാരങ്ങളിൽ പിറന്നു വീണ് ആൺകുഞ്ഞുങ്ങളെല്ലാം കൊല്ലപ്പെട്ടുവെങ്കിൽ നിരാശപ്പെട്ടിരിക്കുന്ന ജനതയുടെ നടുവിൽ മോശക്കുഞ്ഞിനെ വളർത്താൻ എങ്ങനെ കഴിയും? चारों तरफ पड़ोसियों के घर में बालकों को, इस्राएलियों के बच्चों को सताते हैं, मृत्यु होता है, लेकिन मूसा को ये घर में कैसा पालन पोषण कर सकते हैं? മറ്റുള്ളവരാരും അറിയാത്ത നിലയിൽ, ഈ കുഞ്ഞിന്റെ ശബ്ദം പോലും പുറത്ത് കേൾക്കാത്ത നിലയിൽ 90 ദിവസം ഒളിപ്പിച്ചു വെക്കുവാൻ ദൈവം അവരെ സഹായിച്ചു എന്നുള്ളത് തിരിച്ചറിയേണ്ട കാര്യമാണ്. जानकारी ये ले, बालकों बच्चों जन्मेगा तो रोएगा, शब्द उठाएगा, लेकिन 3 महीना तक आजू बाजू पड़ोसियों के घर में ये शब्द नहीं है आया। इतने गुप्त में ये मूसा को कैसा छुपा कर रखा है वो पता नहीं है। ഏത് പ്രതിസന്ധിയിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലിനെ നിലനിർത്തുവാൻ ദൈവശക്തനാണെന്ന് ഈ വേദഭാഗം നമുക്ക് ഉറപ്പു തരികയാണ്. हमें ये बात जान चले, हमारा कोई भी परिस्थिति में मसीह को सच्चे रास्ता पर, सच्चे रीति पर सुधी आराधना में लवलीन रहे, कोई भी परिस्थिति को हटाकर मसीह के लोगों को मसीह बचाएंगे, ये बात संदेश सुबह के वक्त आपकी ओर पहुंचाते हैं। 90 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മോശക്കുഞ്ഞിനെ ഒരു ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കി കീലും പശയും വെച്ച് അതിനകത്ത് വെച്ച് ഈ കുഞ്ഞിനെ നൈൽ നദിയിൽ കൊണ്ട് വെക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. 90 दिन तक अपना घर में पालन पोषण किया, उसका बाद में ये कोफ बनाकर वो बालों को नील नदी में रखा है, इसका बारे में हम पाया जाता है। സാധാരണ ആളുകൾ ചെയ്യുന്നത് പോലെ കുഞ്ഞിനെ കൊണ്ടുപോയി എറിഞ്ഞു കളയുകയല്ല, കീലും പശയെല്ലാം തേച്ച് പെട്ടകത്തിനകത്താക്കി ഭദ്രമായി അടച്ച് ഈ കുഞ്ഞിനെ ഞങ്ങളുടെ ഇടയിൽ കൊണ്ടുവച്ചിട്ട് മിരിയാം ശ്രദ്ധിച്ചിരിക്കുകയാണ്. इस्राएलियों के बालकों को नील नदी में फेंक देते हैं, मरने देते हैं, लेकिन मूसा को ये कोफ बनाकर नील नदी में रखते हुए उनका और बहन मिरियाम ने दूर खड़ा होकर ये बेटा को क्या हाल है
क्या संभव होने क्या है, ये देखने के लिए दूर खड़ा हो गया, देखता रहता है। ഈ കുഞ്ഞിനെ കൊണ്ട് വെച്ചിട്ട് ഈ കുഞ്ഞിന് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ മിരിയാം നോക്കി നിൽക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ വീടിനകത്ത് മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവപ്രവൃത്തി കാണുവാൻ. और ये बालकों को नील नदी में डालते हुए अपना बहन मिरियाम ने दूर खड़ा होकर क्या हाल है ये सोच विचार करने की समय माता पिता ने अपना घर के अंदर घुटना टेकर यहोवा की ओर प्रार्थना कर रहा है. നമ്മുടെ കാര്യമായിക്കോട്ടെ, തലമുറയുടെ കാര്യമായിക്കോട്ടെ, നാം ദൈവവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഒരു കാര്യത്തിന് എന്താണ് ദൈവമേ നിന്റെ പദ്ധതി എന്ന് അന്വേഷിക്കാൻ ഒരു മനോഭാവം പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കുണ്ടാകണം. प्रतिकूल है, अनुकूल नहीं है, इत्यादि सारे अवस्थाओं में हमारा घर के अंदर घुटना टेकर मसीह की ओर प्रार्थना में लवल रहे, हमारे आगे की हाल क्या हो रहा है. ഏത് സാഹചര്യത്തിലും ദൈവമേ നിന്റെ പദ്ധതി എന്താണ്, നിന്റെ പ്ലാൻ എന്താണ്, ദൈവമേ നിനക്ക് ഇതിനെ കുറിച്ചുള്ള ചിന്ത എന്താണെന്ന് ദൈവത്തോട് ചോദിക്കാൻ ഒരു മനോഭാവം ദൈവമക്കൾക്ക് ഉണ്ടാകണം. कोई भी परिस्थिति हो, कोई समय हो, प्रतिकूल अवस्था हो, हम मसीह के चरणों पर बैठते हुए परमेश्वर की ओर दृष्टि लगाए, तेरी योजना, तेरी इच्छा क्या हो रहा है. മോശക്കുഞ്ഞിനെ കൊണ്ട് വെച്ചിട്ട് മിരിയാം നോക്കി നിൽക്കുമ്പോൾ തന്നെ ആ മാതാപിതാക്കൾ വീടിനകത്ത് മുഴക്കാൽ മടക്കി ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. और मूसा को नदी में देखते हुए उनका बहन मिरियाम ने इनका हाल क्या हो रहा है ये देखते हुए समय मूसा की माता पिता ने अपना घर में घुटना टेकर प्रभु की ओर प्रार्थना करते ही रहा है. പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും ശക്തി നാം തിരിച്ചറിയേണ്ടതുണ്ട്. प्रार्थना और विश्वास की सामर्थ्य क्या चीज है, जांच लेने का अवसर हमारे लिए प्रभु दी गई है. ഈ സാഹചര്യത്തിൽ ഫറവോന്റെ പുത്രി കൊട്ടാരത്തിനകത്ത് നിന്ന് ഈ നദിയിലേക്ക്, ആ നദിയുടെ ഭാഗത്തേക്ക് വരികയാണ്. ये समय में फिरौन की पुत्री बेटी नहाने के लिए ये नदी की ओर किनारे में आया है. എല്ലാ സൗകര്യങ്ങളുമുള്ള കൊട്ടാരത്തിനകത്തു നിന്ന് ഫറവോന്റെ പുത്രിയെ നദീതീരത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവശക്തനായെങ്കിൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് സാഹചര്യത്തിലും അത്ഭുതങ്ങളെ ചെയ്യാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. मेरा शब्द सुबह ही वक्त सुनने वाले, कोई भी परिस्थिति हमारे बदले होता है तो भी हमारा घर की अंदर आकर हमारा मसीह की आज्ञा हमारे में पूरी कर देंगे. ये वचन आज आपकी ओर पहुंचते हैं. ഫറവോന്റെ പുത്രി നദീതീരത്തേക്ക് വരുമ്പോൾ, തോഴിമാരോടൊത്ത് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാ ഒരു കുഞ്ഞ് പെട്ടകത്തിനകത്തൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. और फिरौन की पुत्री नदी के किनारे में आया, तब उनका साथियों भी है, वो देख रहा है एक बेटा अच्छा खूबसूरत पुत्र ये नदी में है, वो देख रहा है. ഉടനെ തന്നെ ആ തോഴിമാരെ കൊണ്ട് ആ കുഞ്ഞിനെ അവരെ ഇടിപ്പിക്കുവാനിടയായി തീർന്നു. तुरंत ये बच्चा को वो नदी में से उभारा है, उठाया है. തുറന്നു നോക്കിയപ്പോൾ മനസ്സിലായി ഇസ്രായേലിന്റെ ഒരു പൈതലാണെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. वो देखते हुए उनको मालूम पड़ा है ये इस्राएल का पुत्र है. ഈ കുഞ്ഞിനെ കണ്ട ഉടനെ തന്നെ മിരിയാം ഓടിച്ചെന്നിട്ട് ഫറവോന്റെ പുത്രിയോട് ചോദിക്കുകയാണ്, ഈ കുഞ്ഞിനെ പാല് കൊടുത്ത് വളർത്താൻ ഒരാളെ അന്വേഷിക്കട്ടെ എന്ന് ചോദിച്ചു. ये बेटा को नदी में से उठाया, तब ये मूसा की बहन ने जाकर बेटी ने उनको कहने लगी, ये बेटा को पालन पोषण करने के लिए मैं एक माता को आपको दूंगा.
സമ്മതിച്ചതനുസരിച്ച് മിരിയാം ചെന്ന് മാതാവിനെ വിളിച്ചു കൊണ്ടുവന്ന് ഏൽപ്പിക്കുവാനിടയായി തീർന്നു. और तुरंत जाकर मिरियम ने उनकी माताजी को लाकर ये बच्चा को पालन पोषण करने के लिए लाया है. പ്രാർത്ഥനയുടെ ശക്തി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. प्रार्थना की सामर्थ्य शक्ति क्या है, वो उसका बारे में जानकारी हमारे में मिलना आवश्यकता है. പ്രിയമുള്ളവരെ, സ്വന്തം കുഞ്ഞിന് പാല് കൊടുത്ത് വളർത്താനുള്ള അവസരം ഈ മോശക്കുഞ്ഞിന്റെ അമ്മയ്ക്ക് ലഭിച്ചു എന്ന് മാത്രമല്ല, കൊട്ടാരത്തിൽ നിന്ന് ശമ്പളം വാങ്ങിക്കൊണ്ടത് ചെയ്യാൻ ദൈവം അവസരം ഒരുക്കാനിടയായി തീർന്നു. परमेश्वर की योजना पर जन्मा हुआ ये बच्चा को पालन पोषण करने के लिए, उनको पिलाने के लिए, खिलाने के लिए राजमहल से उनको उपहार और पैसा देते उन्होंने ये बेटा को पालन पोषण की है. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയുള്ള ദൈവപ്രവൃത്തി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയെ കുറിച്ചുള്ള തിരിച്ചറിവ്, ഈ കാര്യങ്ങൾ അറിയുന്ന നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. प्रार्थना करने वालों को जवाब मिलता है. ये वचन के बारे में हम जांच लेना आवश्यकता है. ഇസ്രായേൽ ജനതയ്ക്ക് സാധാരണ പിളർന്നു വീണ കുഞ്ഞുങ്ങൾ തകർന്നു പോകുന്ന സാഹചര്യത്തിൽ വിശ്വാസത്താൽ കണ്ട ഈ മോശക്കുഞ്ഞ് ഫറവോന്റെ കൊട്ടാരത്തിൽ സന്തോഷത്തോടെ വളരുവാനിടയായി തീർന്നു. इस्राएलियों के सारे पुत्रों को सताने के समय यहोवा परमेश्वर की दृष्टि लगाया हुआ मूसा का पुत्र फिर वो राजा के महल में बैठते हैं, पढ़ते रहते हैं. ശത്രുക്കൾ മുമ്പാകെ മേശയൊരുക്കുമെന്നുള്ള വചനമല്ല, അതിന്നും നിവർത്തിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. शत्रुओं के बीच में मेष तैयार करने वाला हमारा परमेश्वर ये शक्ति यहाँ पर प्रकट कर देते हैं. അങ്ങനെ മോശക്കുഞ്ഞ് ഫറവോന്റെ കൊട്ടാരത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ട് വളരുവാനുള്ള സാഹചര്യം ദൈവം ഉണ്ടാക്കി കൊടുക്കുവാനിടയായി തീർന്നു. शत्रु है, सताने वाले हैं, उनका घर में मूसा को पालन पोषण करने के लिए, खिला पिला सब कुछ, पढ़ाई वहां पर होने के लिए एक अवसर प्रभु ने उन्हीं के लिए करके दिया है. ഇനി ഈ മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്ന് ശക്തനായി മാറുവാനിടയായി തീർന്നു. ये मूसा ने फरवो राजा की महल में शक्तिमान हो गया है. ഈ മോശയുടെ പിൻകാല ചരിത്രങ്ങൾ ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് നൽകുന്നതാണ്. ये मूसा के बारे में जानकारी लेगा तो इसका बारे में बहुत सामर्थ्य शब्द हमको दिखा दिया देता है. ഞാൻ വേഗത്തിൽ അതിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുവാൻ താല്പര്യപ്പെടുകയാണ്. अधिशीघ्र मेरा वचन की ओर पीछे आने के लिए मैं चाहता है. ഇസ്രായേൽ ജനത്തെ വിടിവിച്ച് ചെങ്കടലിന്റെ അടുക്കൽ മോശ ഈ ജനവുമായി വന്ന് നിൽക്കുന്ന കാഴ്ച നാം ഒന്ന് കാണേണ്ടതാണ്. ये इस्राएलियों को मिस्र देश में से छुटकारा पाकर, उद्धार पाकर लाल समुद्र के किनारे में खड़ा है. इसके बारे में हमको जानकारी मिलना आवश्यकता है. ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് ഇസ്രായേൽ ജനം നിൽക്കുമ്പോൾ മോശയും കൈ ഉയർത്തി നിൽക്കുകയാണ്. लाल समुद्र के किनारे में और लोग हैं, तब मूसा ने हाथ ऊंचे स्वर्ग की ओर उठाकर खड़ा है. ആർത്തിരമ്പി നിൽക്കുന്ന ചെങ്കടൽ മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ നിൽക്കുമ്പോൾ ഇതാ പിറകിൽ ഫറവോന്റെ സൈന്യം വരുമ്പോൾ ജനം വളരെ നിരാശയിലേക്ക് പോകുന്ന സാഹചര്യം. आधी तूफान की लहर के साथ है लाल समुद्र, पीछे फिरौन और उनकी सेना वो आ रहा है. ദൈവം മോശയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മോശെ, നീ എന്തിന് നിലവിളിക്കുന്നു?
यहोवा परमेश्वर ने मूसा की ओर कहने लगा, हे मूसा, तू क्यों रो रहा है? നാം തിരിച്ചറിയണം, ലോകസ്ഥാപനത്തിന് മുമ്പ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നുള്ളത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. हम जन्मने के पहले माँ के कोख में थे, उसी समय से लेकर परमेश्वर हमारे बारे में कुछ योजना बनाया है. മോശയോട് ദൈവം ചോദിക്കുന്നു, നീ എന്തിന് നിലവിളിക്കുന്നു? വടിയെടുത്ത് കരം നീട്ടുക. मूसा की ओर यहोवा ने पूछ रहा है, तू क्यों रोते है, चिल्लाहट है, आगे बढ़े. ഇന്ന് പകൽ ഞാനൊരു സന്ദേശം പങ്കുവെക്കുന്നു. सुबह ही वक्त एक संदेश आपकी ओर पहुंचना चाहता है. പ്രതിസന്ധികൾ കണ്ട്, പ്രതികൂലങ്ങൾ കണ്ട് എല്ലാവരും നിലവിളിക്കുന്നത് പോലെ നിലവിളിക്കാനല്ല നിന്നെ ദൈവം വിളിച്ചത്. അതിന്റെ നടുവിൽ നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. कोई आंदोलन, तूफान, ये कुछ भी होते हैं, उसका साथ ये संसार के लोग चिल्ला रहा है, वो चिल्लाते हुए, देखते हुए, चिल्लाने के लिए नहीं, तुम्हारे और हमारे और प्रभु की कुछ योजना है. മോശയോട് ദൈവം ചോദിക്കുന്നു, നീ എന്തിനു നിലവിളിക്കുന്നു? मूसा की ओर ജനമില്ല. പക്ഷെ ദൈവം വിളിച്ച മോശയോട് ദൈവം ചോദിക്കുന്നു, നീ എന്തിനാണ് നിലവിളിക്കുന്നത്? मूसा की ओर परमेश्वर ने एक आवाज दी है, हे मूसा, तू क्यों चिल्ला रहा है? ദൈവത്തിന്റെ പദ്ധതിയുള്ള ദൈവമൈതലേ, ദൈവത്തിന്റെ ആലോചന പ്രാപിച്ച ദൈവമൈതലേ, ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ച ദൈവമൈതലേ, നീ സാധാരണ ആളുകൾ കരയുന്നത് പോലെ കരയാനില്ല. ദൈവത്തിന്റെ പദ്ധതികൾ കാണുവാൻ ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തട്ടെ. वो हमारा चारों तरफ देखते हुए चिल्लाने वाले और प्रतिकूल परिस्थिति देखते हुए रोने वाले, ये बात स्मरण रखे, वो लोग चिल्लाते ऐसी नहीं, चिल्लाने के लिए नहीं, प्रभु की ओर दृष्टि लगाए. ദൈവത്തിന്റെ ആലോചന ഏറ്റെടുത്ത മോശ വടി കയ്യിലെടുത്ത് ഇതാ കരം നീട്ടുവാനിടയായി. मसीह यहोवा परमेश्वर से बात सुनने के बाद में मूसा ने लाठी हाथ में उठाया. ഇളകി മറിയുന്ന ചെങ്കടൽ രണ്ട് ഭാഗത്തേക്ക് മാറിപ്പോകാനിടയായി. लाल समुद्र लहर से इतनी और शब्द उड़ाते समय मूसा के हाथ में लाठी दी और समुद्र की ओर लंबाई की, लाल समुद्र दौर पार हो गया है. ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നുവെന്ന് ദൈവജനം പറയുന്നു. इस्राएल लोगों ने ये सूखे भूमि में, लाल समुद्र में सूखे भूमि में से पैदल चलकर और आगे बढ़ रहा है, चल रहा है. ഞാനത് മനസ്സിലാക്കുന്നു. നനവുള്ള മണ്ണിൽ അവർ കാണിച്ചത് ഉണങ്ങിയ നിലത്തുകൂടി അവര് അക്കരയ്ക്ക് കടക്കുവാനിടയായി. और पानी में फिसलते हुए जगहों में नहीं, सूखे हुई भूमि में से उनको चलने दिया है. ഇന്ന് പകൽ തിരിച്ചറിയണം, ഇളകി മറിയുന്ന ചെങ്കടലിന്റെ അടിയിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം ഒരുക്കി വെച്ച വഴിയുണ്ടെന്ന് നാം തിരിച്ചറിയണം. दिनों में ये बात जान चले, इतनी आंदोलन तूफान में गिरते हुए भूमि में परमेश्वर के लोगों के लिए एक अच्छा सफलता की रास्ता प्रभु खोल कर रखा है. നമ്മുടെ പുറം കണ്ണുകൊണ്ട് നോക്കിയാൽ ഇളകി മറിയുന്ന ചെങ്കടലാണ് കാണാൻ കഴിയുന്നത്. हमारे ये आंखों से हम देखते हैं तो आधे तूफान से भरे हुए लाल समुद्र है. ദൈവത്തിന്റെ വാഗ്ദത്തമുള്ള ദൈവമൈതലേ, ഇളകി മറിയുന്ന ചെങ്കടലല്ല നിന്റെ ഉണങ്ങിയ വെച്ചിട്ടുണ്ട്. और ये समुद्र इतनी लहर में है, प्रश्न में है,
वो प्रश्न मूसा के सामने कुछ नहीं हुई। ऐसा होवे तो हम यीशु मसीह पर भरोसा रखा है, हमारे आगे की प्रतिकूल को देखने के लिए नहीं, आगे की मसीह की सामर्थ्य को देखने के लिए हम हमारा आंख उठाए। ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ സ്നേഹത്തോടെ പങ്കുവെക്കുന്നു, ഇപ്പോഴുള്ള പ്രതിസന്ധി കണ്ട് നിരാശപ്പെടാനല്ല, അതിന്റെ നടുവിൽ ദൈവത്തിന്റെ കരുതൽ എന്തെന്ന് കാണുവാൻ ദൈവമുഖത്തേക്ക് നോക്കാനിടയായി തീരട്ടെ. ये वचन के आगे मेरा शब्द सुनने के लिए बैठे वालों ये समझ ले, प्रतिकूल परिस्थिति को देखते हुए थक जाने के लिए नहीं और अनुकूल परिस्थिति देखते हुए आगे बढ़ने के लिए आह्वानित करते हैं। മോശ കൈ നീട്ടിയപ്പോൾ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു, വഴി തുറക്കപ്പെടുവാനിടയായി. मूसा की हाथ समुद्र की और लंबाई की, वहां की प्रतिकूल हट गया, सूखे भूमि मिल गया। ദൈവം മോശയോട് ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം തിരിച്ചറിയണം. और वहां पर बताया हुआ बात की अर्थ समझ लेना चाहिए। നീ എന്തിന് നിലവിളിക്കുന്നു? तो क्यों रोते हैं? നീ നിലവിളിക്കേണ്ടവനല്ല, നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതി ഉണ്ടെന്നാണ് ദൈവം പറഞ്ഞതിന്റെ കാര്യം. तू रोने का अवस्था में नहीं, तेरी ओर से मुझे योजना है। മോശയെ കുറിച്ച് ദൈവം പറയാണ്, ലക്ഷക്കണക്കിന് ആളുകൾ നിന്റെ പിറകിൽ നിൽക്കുന്നവര് പക്ഷെ നെറ്റിന് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, മുഴുവൻ ശബ്ദം കേൾക്കത്തില്ല. ഓക്കെ, मूसा ये बात समझ लेते हैं, इतनी प्रश्न आगे होता है, लेकिन प्रश्न देखने के लिए नहीं, अनुकूल परिस्थिति तुम्हारे लिए खोल कर रखा है, आगे बढ़ो। തിരിച്ചറിയണം, ആൺകുഞ്ഞ് പിറക്കാൻ സാഹചര്യമില്ലാത്ത സാഹചര്യത്തിൽ മോശയ്ക്കൊരു ജന്മം ദൈവം അനുവദിച്ചെങ്കിൽ തകരാറില്ല, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അവനെ കൊണ്ടെത്തിക്കാൻ ദൈവം വിശ്വസ്തനാണെന്ന് തിരിച്ചറിയണം. ये बात समझ लेना, कितनी प्रश्न हो, कितनी आंदोलन हो, कितनी प्रतिकूल परिस्थिति हो, समझ ले मसीह की बुलाहट हम पर होवे तो आगे बढ़ो, आगे कदम रखो, मसीह रास्ता खोल देते हैं। സാധാരണ നിന്നെ വളർത്തിക്കാൻ ഇവിടെ കൊണ്ടുവന്ന ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, അത് സാധ്യമാക്കാൻ വേണ്ടിയാണ്. साधारण लोगों की नाई नहीं, और मसीह की बुलाहट मिला तो मसीह की आवाज सुने हुए लोगों, आपकी और परमेश्वर की योजना है, आगे कदम रखो, प्रभु तुम्हारे लिए सफलता की रास्ता खोल दिया देंगे। വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ആത്മാവിൽ ഞാനൊരു ദൂത് പറയുന്നു, നീ കരം നീട്ടുന്നതിലൂടെ, നീ ശക്തിപ്പെട്ട് നിൽക്കുന്നതിലൂടെ, നീ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നതിലൂടെ നിന്റെ പിറകിൽ ഒരു വലിയ സമൂഹം ദൈവസന്നിധിയിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. मेरा वाणी सुनने वाले सुबह की संदेश यही देते हैं, प्रतिकूल रास्ता में जाएगा तो तुम फिक्र मत करो, डरने का जरूरत नहीं, तेरे पीछे प्रार्थना में उठने में बैठने वाला एक बड़ा झुंड तुम्हारा पीछे है। എല്ലാവരും കരയുകയും പിറുപിറുക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ അങ്ങനെ നിൽക്കാനല്ല മോശേ നിന്നെ ഞാൻ കൊണ്ടുവന്നത്, എനിക്ക് പദ്ധതി ഉണ്ടെന്നാണ് ദൈവം മോശയോട് പറയുന്നത്. सब लोग गुड़गुड़ाते हैं, दांत पीसते हैं, रोते हैं, सब सही है। हे मूसा, तुम्हारे और मुझे योजना है, ये योजना के आधार पर आगे कदम लगाए। ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം, നിങ്ങളുടെ അകത്ത് ദൈവം തന്ന വിശ്വാസം, നിങ്ങളുടെ അകത്ത് ദൈവം തന്നതായ ബോധ്യം, ആ ബോധ്യത്തിലൂടെ അനേകരെ ദൈവത്തിലേക്ക് നടത്താനുണ്ടെന്നുള്ളത് തിരിച്ചറിയേണ്ട കാര്യമാണ്.
और ये मेरा शब्द सुबह ही वक्त सुनने वाले ये बात जान ले, अनेकों मसीह की ओर जाने की रास्ता में हम खड़ा है, हमको भी आगे बढ़ने के लिए प्रभु ने अधिकार अनुमति दिया देगा। ഞാൻ ഈ പ്രഭാതത്തിൽ ഒരു സന്ദേശം പങ്കുവെക്കുന്നു. മോശയുടെ കയ്യിൽ ഒരു വടി ദൈവം കൊടുത്തതുപോലെ ഈ വചനം കേൾക്കുന്ന ജനങ്ങളുടെ മേൽ ഒരു അധികാരം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയാതെ പോകരുത്. मेरा संदेश सुनने वाले एक बात आपका निर्णय के साथ दिया देता है, मूसा का हाथ में एक छड़ी एक लाठी दिया गया, तो ये परमेश्वर ने हमारे हाथ में दिया हुआ वचन, ये लाठी की डाई उपयोग करे, आगे बढ़ने के लिए प्रभु अनुमति दिया देंगे। അതുകൊണ്ട് ദൈവസഭ ശക്തിപ്പെടുക, വിശ്വാസത്തെ മുറുകെ പിടിക്കുക, ദൈവമുഖത്തേക്ക് അന്വേഷിക്കുക. അത്ഭുതകരമായ വഴികൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. विश्वास की झंडा हाथ में ले ले, विश्वास के साथ आगे बढ़े, मसीह में से संतृप्त हो जाए। मसीह हमारे लिए रास्ता खोल कर रखा है। ഇസ്രായേൽ ജനത മുഴുവനും ചെങ്കടലിന്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തിലൂടെ നടന്ന് അക്കരെ കയറുവാനിടയായി തീർന്നു. इस्राएलियों ने सूखे भूमि में से चलकर लाल समुद्र पार कर कर मिलते हुए जमीन में उन्होंने गया है। അവർ കടന്നുപോലെ കടക്കുവാൻ നോക്കിയ ഫറവോനും സൈന്യവും ചെങ്കടലിൽ മുങ്ങി തകർന്നുപോയി. इस्राएलियों को पकड़ने के लिए, घर लेने के लिए, सताने के लिए पीछे आया हुआ फरवोन और उन्होंने की सेनाओं ने लाल समुद्र में मरा है, मृत्यु पाया है, इस्राएलियों बच गया है। ചില മേഖലയിൽ നമ്മെ കൊണ്ട് നിൽക്കുന്നതിനകത്ത് ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് നാം തിരിച്ചറിയണം. हमें कोई रास्ता पर खड़ा रखता है, प्रभु का हमारे ऊपर योजना है, इसी कारण में यह बात संभव होता है। ഈ നദിയുടെ അല്ലെങ്കിൽ ഈ ചെങ്കടലിന്റെ തീരത്ത് നമ്മെ കൊണ്ട് നിർത്തിയത് നമ്മെ തകർക്കാനല്ല, ശത്രു സൈന്യത്തെ തകർക്കാനാണ് ദൈവത്തിന്റെ പദ്ധതി. जांच ले, ये समुद्र के किनारे पर हमको लाया है, प्रश्न के अंदर लाया है, हमको सताने के लिए, नाश करने के लिए नहीं, विजय पाकर आगे बढ़ने के लिए प्रभु ने अवसर दिया, देने के लिए है। ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് അക്കരയിൽ മരുഭൂമിയിലേക്ക് പ്രവേശിക്കാനിടയായി. इस्राएलियों ने ये लाल समुद्र पार कर कर मरुस्थल में गया है। പ്രിയമുള്ളവരെ, അക്കരെ കടന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. ऐसा एक संभव आपका और याद दिलाते हुए प्रार्थना करके समाप्त करना मैं चाहता है। ഉടനെ മിരിയാം സഞ്ചിയിൽ നിന്ന് തപ്പെടുത്ത് കൊട്ടി നൃത്തം ചെയ്ത് ദൈവത്തെ പാടി സ്തുതിച്ചു. और मिरियम ने और थैली से गंजरी उठाया और हाथ लगाया, आवाज उठाया, प्रभु परमेश्वर को स्तुति आराधना किया है। എന്താണ് മിരിയാമേ തപ്പെടുത്ത് കൊട്ടി നീ പാടി ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ കാരണം? और ये मिरियम, तू गंजरी बजाकर क्यों इतनी आवाज उठाकर और गीत गाते हैं, इसका पीछे के कारण क्या होता है? ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാക്കാൻ ദൈവം വിശ്വസ്തനാണെന്ന് മിരിയാമിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. और यहोवा परमेश्वर की योजना उनका जीवन में पूरा करने के लिए प्रभु ने काम किया है, ये बात मिरियम को जांच ली है। മോശക്കുഞ്ഞ് പിറന്നു വീണപ്പോഴേ ദൈവത്തിന്റെ ആലോചന ഏറ്റെടുത്ത് മോശയുടെ അമ്മയും അപ്പനും ഈ ജനിക്കേണ്ട മോനാണ്, നീയാണ് പ്രോപ്പർ എന്ന് പറഞ്ഞത് നടപ്പിലാക്കിയ ദൈവമാണ് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം. और मूसा के माता पिताओं ने मूसा जन्म पाया, उसका प्रतिकूल परिस्थिति नहीं देखा है, तू ही है इस्राएलियों को
ये मिस्र देश से बचाने वाला रक्षक है, ये सोच समझ प्रार्थना में दाऊद ने देखा। वो प्रतिज्ञा की आधार पर मूसा ने ये लोगों को पार किया तब, और मिर्यम ने गंजीरी उठाया, बचाया, आनंद मनाया। മോശ കുഞ്ഞിനെ എറിഞ്ഞു കളയാതെ നദിയിലെ കൊണ്ടുവന്ന് വെച്ചിട്ട് കാത്തു നിന്ന मूसा को समुद्र में भेजने के समय मूसा की माता पिता के निर्णय के आधार पर मूसा बच गया, और मूसा ने उनके द्वारा और स्वामी बनकर लोगों को पार करने के लिए अवसर प्रभु ने दिया। इसी कारण में मिरियम ने हाथ में गंजीरी लिया, गीत गाना शुरू किया। എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഇതുവരെ നടത്തിക്കൊണ്ടുവന്ന ദൈവം ഇനിയും നടക്കാൻ വിശ്വസ്തൻ. मेरे शब्द सुनने वाले आज तक चलाया तो आगे दिनों में भी हमें चलाने के लिए उन्होंने हमारे लिए तैयारी है। प्रभु की मदद हमारा साथ भी साथ रहे। തകർന്നു പോകും, തീർന്നു പോകും, ഇനി മുമ്പോട്ട് വഴിയില്ല, രക്ഷയില്ല എന്ന് ചിന്തിച്ച മേഖലയിൽ നിന്നൊക്കെ വിടുവിച്ച് ദൈവം കൊണ്ടുവന്നെങ്കിൽ അവന്റെ പദ്ധതിയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. और गिरा देंगे, गिर जाएंगे, सताएंगे, मरेंगे, एक सोच विचार के साथ जीवन गुजरने वाले जांचले मसीह को हमारे और कुछ योजना है। ദൈവവചനം നമുക്ക് ഉറപ്പു തരുന്നു, നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. और मसीह की वचन हमको याद दिलाता है, जानकारी देता है, अच्छे भलाई काम के लिए बुलाहट मिली है, और प्रभु ने भलाई दिन के लिए हमें तैयारी कर रहा है। തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനെയാണ് എഴുതിയത്, നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ ആനിന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ, അവനത് നിർവഹിക്കും. पहले तेस्सलोनिकी की 5वां अध्याय में ये वचन दिया, हमारा शरीर और आत्मा प्राण हमारा मसीह की आगमन में स्थिर रहे। तुम्हें बुलाया हुआ परमेश्वर बुलाहट दी है, जो परमेश्वर विश्वासी योग्य है, और मृत्यु तक प्रभु ने हमें संभाल कर रखेंगे। ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. परमेश्वर की हमारे और कुछ योजना है, प्लान पद्धति तैयार किया है, जिन स्थान में पहुंचाना है पहुंचने तक प्रभु हमें संभालेंगे। എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. प्रेरित पौलुस ने ये वचन किया, मैं मुझे सामर्थ्य देने वाले सारे सब कुछ काम कार्यों में सामर्थ्य बनाएगा। എന്റെ ജീവിതത്തിലും പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ദൈവത്തിന്റെ കരമല്ലാതെ, ദൈവത്തിന്റെ മഹത്വമല്ലാതെ മറ്റൊന്നും പറയാനില്ല. परमेश्वर के दास के इतिहास देखेगा तो, पीछे की ओर मोड़ देखेगा तो, मसीह ने दिया हुआ अनुग्रह वरदान की सिवा हमारे में कुछ खूबी की बात है नहीं है। എന്റെ കുടുംബത്തിൽ, എന്റെ ജീവിത സാഹചര്യങ്ങളിൽ മരണങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ധാരാളം കടന്നു വന്നെങ്കിലും അതിന്റെ നടുവിലൂടെ വിളിവിച്ച് നടത്തി ഇതുവരെ കൊണ്ടുവന്നൊരു ദൈവം വിശ്വസ്തനായ ദൈവമാണ്. परमेश्वर के दास के कुटुंब परिवार की इतिहास देखेगा तो मृत्यु होने का हाल बहुत सारे हुई, उसका बीच में भी प्रभु ने हमें संभाल कर आज तक रखा है। കോവിഡിന്റെ കാലഘട്ടത്തിലും നമ്മേക്കാൾ ആരോഗ്യമുള്ളവരും നമ്മളെക്കാൾ കഴിവുള്ളവരും നമ്മളെക്കാൾ പ്രാപ്തിയുള്ളവരും പലരും കടന്നുപോയ മേഖലയിലും നിലനിർത്തി ഇതുവരെ കൊണ്ടുവരാൻ ദൈവം വിശ്വസ്തനായെങ്കിൽ ആ ദൈവമുഖത്തേക്ക് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം.
कोविड के समय धनवान है, पैसे वाले हैं, बुद्धिमान है, बहुत सारे लोग सीमा छोड़कर चले गया, उसमें से हमको बचाया, जिंदा रखा है, जीवन दी क्या है, वो परमेश्वर को दंडवत कर कर प्रभु को स्तुति आराधना हम करें। നമ്മെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാൻ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. और प्रभु की योजना है, इच्छा है, हमें वहां तक पहुंचाने के लिए प्रभु की योजना है। वो जो योजना में हमारा जिंदगी समर्पण करे, प्रभु परमेश्वर हमें सहाय मदद किया करेगा। നമുക്ക് ആ ദൈവമുഖത്തേക്ക് നോക്കാം. കർത്താവിന്റെ പദ്ധതിയിൽ ദൈവത്തിന്റെ ആ ഹിതത്തിലേക്ക് നടത്തപ്പെടുവാൻ നമ്മെ ഒന്ന് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. आज के दिन में प्रभु की चेहरे की ओर हम देखें और अपने आप को उनका हाथ में समर्पण करें और प्रभु की वाणी, मधुर वाणी सुनकर हमारा जीवन शुद्ध पवित्र होने के लिए अर्पण करें। നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. सब मिलकर परमेश्वर के हाथों में समर्पण करते हुए प्रार्थना करें। സ്വർഗീയ പിതാവേ, മോശയെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നടത്തി കൊണ്ടുവന്ന ദൈവമേ, അങ്ങയുടെ പദ്ധതിയിലേക്ക് നടത്തപ്പെടുവാൻ ഞങ്ങളെ ഒരുമിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. हे स्वर्गीय परमपिता, मूसा के समय में क्या संभव हुई, इसी नाई तेरी नाम की महिमा के लिए हमको खड़ा करे और हम मसीह में से रहने दे, हम प्रार्थना करते हैं। ഈ വചനം ധ്യാനിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ പദ്ധതിയിലേക്ക്, അങ്ങയുടെ ആലോചനയിലേക്ക് അവിടുന്ന് കൊണ്ടെത്തിക്കുവാൻ വിശ്വസ്തനായതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. हमारा मधुरवाणी सुने हुए सारे सबों को मसीह की आगे तक आगमन तक सुरक्षित करने के लिए और विश्वास योग्य रहने के लिए प्रार्थना करते हैं। ദൈവത്തിന്റെ പദ്ധതി കാണുവാൻ അകക്കണ്ണുകൾ തുറന്നു തരേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. हमारा अंदर कण की और आंख खोलकर ज्योति में लाने के लिए, हमारा आंख ज्योतिर्मय होने के लिए हम प्रार्थना करते हैं। ദൈവഹിതത്തിനായി ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യുന്നത് കൊണ്ട് നന്ദി. प्रभु मसीह तेरी इच्छा हमारे में पूरा करने के लिए एक बार हमारा शरीर और आत्मा प्राण तेरी हाथों में समर्पण कर दिया देता है। എല്ലാ മഹത്വവും ഞങ്ങളുടെ കർത്താവിന്. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി, യേശുവിൻ നാമത്തിൽ പിതാവേ. सारे महत्व महिमा हमारा परमेश्वर की है, को देता है। आमीन।